morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2 പത്രോസ് ലേഖനം 1:10. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളു. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ തെറ്റിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ വിളി, തെരഞ്ഞെടുപ്പ് എന്നുള്ള വാക്ക് സാധാരണ ക്രൈസ്തവ കോളത്തിൽ കേൾക്കുന്ന ഒരു വാക്ക്. വിളിയുള്ളവർ, തെരഞ്ഞെടുപ്പുള്ളവർ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിളി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ മനസ്സിൽ പോകുന്നത് നമ്മുടെ ശുശ്രൂഷകൻ, പാസ്റ്റർ, അപ്പോസ്തലൻ, പ്രവാചകൻ, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളാണ് അത്. അത്രേ ഉള്ളൂ. എന്റെ വിളി എന്ന് പറയുന്നത് മകനായി തീരാൻ വിളിക്കപ്പെട്ടവനാണ്. മകനാണ് ഞാൻ, മകനാണ്. അതുകൊണ്ടാണ് 2 തിമോഥെയോസ് ലേഖനം 1:9 പറയുന്നത്, നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിക്കുകയും ചെയ്തു. അപ്പൊ ഇത് രണ്ടും നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടപ്പോ തന്നെ നമ്മുടെ മേലൊരു വിളിയുണ്ട്. രക്ഷിക്കപ്പെട്ട സകലരുടെ മേലും വിളിയുണ്ട്. എന്തിനാണ് വിളിക്കപ്പെട്ടത്? വേല ചെയ്യാനല്ല വിളിക്കപ്പെട്ടത്, പുത്രനായിട്ടിരിക്കാൻ. അതായത് പിതാവിന്റെ അവകാശം മുഴുവൻ അനുഭവിക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ അവകാശം അനുഭവിക്കുന്നതിന് കൂടെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. അത് ഒരിക്കലും നമ്മുടെ വേലയുടെ വിളിയായിട്ട് കാണരുത്. നമ്മുടെ അവകാശത്തിലേക്ക്, പിതാവ് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളിലും നിങ്ങളുടെ അകത്ത് ഈ ബോധ്യം ആഴമായിട്ടുണ്ടായിരിക്കണം. എന്നെ വിളിച്ചത് വേലയ്ക്കല്ല, പിതാവിന്റെ അവകാശിയായിട്ട് എന്നെ വിളിച്ചത്. പുത്രനോട് കൂട്ടവകാശിയാകാനായിട്ട് എന്റെ മേൽ വിളി കിടക്കുന്നു. വേല ചെയ്ത് തീർക്കാനായിട്ടല്ല. ആമേന, പിതാവിന്റെ അവകാശം അനുഭവിക്കാനായിട്ട്, പിതാവിന്റെ അധികാരത്തോടെ നിൽക്കാനായിട്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളിലും ഈ ബോധ്യത്തോടുകൂടെ, യെസ്, എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. അത് വേല ചെയ്യാനായിട്ടല്ല, പിതാവിന്റെ അവകാശം തിരിച്ചറിഞ്ഞ് പിതാവിന് വേണ്ടി നിൽക്കാനായിട്ടാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you.